ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ സേവ്യർ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഗർഭിണികൾ ഇളനീര് കുടിക്കേണ്ടതിന്റെ 10 ആവശ്യകതകൾ, എന്തുകൊണ്ടാണ് നിർബന്ധമായിട്ടും ഈ പീരീഡിൽ നിങ്ങൾ ഇളനീര് കഴിച്ചിരിക്കണം എന്ന് പറയുന്നത്, പതിവായിട്ട് സാധിക്കുമെങ്കിൽ പതിവായിട്ട് കഴിക്കണം, അതിന്റെ ആവശ്യകത എന്താണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ വിശദമായിട്ട് പറയാൻ പോകുന്നത്. അതായത് നമുക്ക് നാളികേരം ഇളനീര് ധാരാളം സുലഭമായിട്ട് കേരളത്തിൽ ലഭിക്കുന്ന ഒരു സംഗതിയാണ്. ഇതിൽ ധാരാളം ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ കാലത്ത് ഈ പീരീഡിൽ നിങ്ങൾ കഴിച്ചിരിക്കേണ്ട ഒത്തിരി സംഗതികൾ അടങ്ങിയിട്ടുള്ള ഒരു സംഗതിയാണ് ഇളനീര്. ഓക്കെ, അപ്പൊ അതിനുള്ള കാരണങ്ങൾ ഒന്നൊന്നായിട്ട് പറയാം, എന്തുകൊണ്ടാണ് അത് ശീലിക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. അതായത് നമ്മൾ ഈ സമയത്തുണ്ടാവുന്ന ഈ മോർണിംഗ് സിഗ്നൽസ് വഴി നിങ്ങൾക്ക് ധാരാളം വൊമിറ്റിങ്ങും ഛർദിയൊക്കെ ഉണ്ടാവില്ലേ. അപ്പൊ നമ്മുടെ ശരീരത്തിൽ നിന്ന് കുറെ ലവണാംശമൊക്കെ നഷ്ടപ്പെടുന്നുണ്ട്, ഇലക്ട്രോലൈറ്റ്സ് നഷ്ടപ്പെടുന്നുണ്ട്. അത് ഹൈഡ്രേറ്റ് ചെയ്യുന്നതിന്, അത് വീണ്ടും തിരിച്ചെടുക്കുന്നതിന്, നിങ്ങൾക്ക് ആ സന്തുലിതാവസ്ഥ ശരീരത്തിൽ നിലനിർത്തുന്നതിന് സഹായകമായ ആവശ്യമായ എല്ലാ സംഗതികളും ഈ ഇളനീരിൽ അടങ്ങിയിട്ടുണ്ട്. അതായത് പൊട്ടാസ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട്, ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ധാരാളം അടങ്ങിയിട്ടുണ്ട്, ഒരുപാട് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്, വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്, കലോറി വാല്യൂ ആണെങ്കിൽ കുറവാണ്, ഫൈബർ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഈ ഗർഭിണികൾ ഈ സമയത്ത് കഴിച്ചിരിക്കേണ്ട സംഗതികളാണ്. ഇനിയുണ്ട് ഗുണങ്ങൾ പറയാം, ഇനി കഴിക്കാൻ പാടില്ലാത്ത ചില സംഗതികളുണ്ട്, അതും പറയാട്ടോ. ഓക്കെ, അപ്പൊ ഇതില് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഈ സമയത്ത്, പ്രത്യേകിച്ച് ഈ ഗർഭിണികൾ ഈ സമയത്ത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അതിനുള്ള സാധ്യത കൂടുതലുള്ളവരാണെങ്കിൽ, മുൻപും കൂടുതലായിട്ട് വന്നിട്ടുണ്ട്, ഇനിയും അത് വരാൻ സാധ്യതയുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് അത് വന്നു കഴിഞ്ഞാൽ ആന്റിബയോട്ടിക് ഒക്കെ കഴിക്കേണ്ടി വരും. അപ്പൊ അത് ഈ പീരീഡിൽ അത്ര ആരോഗ്യകരമല്ലല്ലോ. അപ്പൊ അതിനെ തടയുന്നതിന് ഈ ഇളനീര് നിത്യേന കഴിച്ചു കഴിഞ്ഞാൽ ഗുണം കിട്ടും. അപ്പോൾ മൂത്രക്കടച്ചില്, മൂത്രപ്പഴുപ്പ്, മൂത്രച്ചൂട്, ബേണിംഗ് മിക്ചറേഷൻ, മൂത്രം പോകുമ്പോൾ പുകച്ചില്, ചുട്ടുനീറ്റം എന്നൊക്കെ പറയുന്നവരുണ്ടല്ലോ, അതുപോലെ കിഡ്നി സ്റ്റോണിന് സാധ്യതയുള്ളവർ, ഇത്തരക്കാരൊക്കെ ഇളനീര് കുടിക്കുന്നത് നല്ലതാണ്. അതായത് കിഡ്നിയുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിന്, ആ ഫിൽട്രേഷൻ, ആ ഫംഗ്ഷൻ കൃത്യമായിട്ട് നടക്കുന്നതിന് വളരെയധികം പങ്കുവഹിക്കുന്നുണ്ട് ഇളനീര്. ഇതിൽ പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ടെന്നും ഒമേഗ 3 ഫാറ്റി ആസിഡ്സ്, അതുപോലെ ആന്റി ഓക്സിഡൻസ്, വൈറ്റമിൻ സി ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അതുപോലെ നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായുള്ള ഒട്ടനവധി മൂലകങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ടെന്ന് ആധുനിക വൈദ്യശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ആയുർവേദത്തിലും പറഞ്ഞിട്ടുള്ളത്. അതായത് എന്തുകൊണ്ടാ വെച്ചാൽ ഇതിൽ മധുര രസമാണെന്നും മധുര വിഭാഗമാണെന്നും ശീതവീര്യാണെന്നും ഗുരുസ്നിഗ്ധ ഗുണങ്ങളും ഉണ്ടെന്നും ഇതിൽ ആചാര്യന്മാർ പണ്ട് തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള സംഗതികളാണ്. അപ്പൊ ഈ സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഈ വൊമിറ്റിംഗ് ഒക്കെ കൂടെ ഉണ്ടാവുക, അതുവഴി നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് നഷ്ടമാവുന്ന സംഗതികൾ തിരിച്ചെടുക്കുന്നതിന് വേണ്ടതായ ലവണങ്ങളും പോഷകങ്ങളും ന്യൂട്രിയൻസ്, മിനറൽസ് എല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. മനസ്സിലായില്ലേ? അപ്പൊ ഇനി അടുത്തതായിട്ട് നമുക്ക് ഇത് കഴിച്ചാല് നിങ്ങൾക്ക് ഈ സമയത്ത് അസിഡിറ്റി, പുളിച്ചതായിട്ടുള്ള നെഞ്ചരിച്ചിലൊക്കെ ഉണ്ട് നിൽക്കുക. അപ്പൊ അത് ശമിപ്പിക്കുന്നതിന് സഹായിക്കും. എന്താ കാരണം? ഇത് ശീതവീര്യാണ്, മധുരരസമാണ്, സ്നിഗ്ധ ഗുരു ഗുണങ്ങളല്ലേ. ഈ എരിച്ചിലും പുളിച്ചേരിലും നെഞ്ചരിച്ചിലൊക്കെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാ? ഈ അസിഡിറ്റി കൊണ്ടാണ്, പിത്തം വർദ്ധിക്കുന്നതുകൊണ്ടാണ്. അപ്പൊ അതിനെ ശമിപ്പിക്കുന്നതിന് ഒന്നാം തരം സംഗതിയല്ലേ ഇളനീര്. അതിങ്ങനെ നിത്യേന കുടിക്കാം. അപ്പൊ മൂത്രളമാണ്, കിഡ്നിയുടെ ആരോഗ്യത്തിന് നല്ലതാണ്, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഒക്കെ ഇല്ലാതിരിക്കുന്നതിന് സഹായിക്കും. ഇനി മറ്റൊരു സംഗതി, ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് നല്ലതാണ്. യാതൊരു ഹൃദയവും ഇല്ലാത്ത പോലത്തെ പ്രവൃത്തികൾ ചെയ്തവർക്ക് പോലും ഇത്തരം സമയത്ത് 2 ഹൃദയം ഉണ്ടാവും. അതായത് കുഞ്ഞിന്റെയും അമ്മയുടെയും ഹൃദയം ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ അത്തരക്കാര് പ്രത്യേകമായിട്ട് കഴിച്ചിരിക്കണം ഇളനീര്. അതെന്തുകൊണ്ടാണെന്നറിയൂ? ഈ ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് വേണ്ട സംഗതികൾ, അതുപോലെ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ നമ്മുടെ ഗുഡ് കൊളസ്ട്രോൾ ഉണ്ട്, അതാണ് HDL കൊളസ്ട്രോൾ. അതിന്റെ അളവ് കൂട്ടുന്നതിന് ഇത് സഹായിക്കും. അതിന് വേണ്ട ഘടകങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഒപ്പം തന്നെ LDL കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും ട്രൈഗ്ലിസറൈഡ്സ്, ചീത്ത കൊളസ്ട്രോൾ ഇല്ലാതാക്കുന്നതിനും സഹായിക്കുന്നുണ്ട്. അപ്പൊ അതുവഴി നമ്മുടെ രക്തചംക്രമണ വ്യവസ്ഥ കൃത്യമായിട്ട് നടക്കുന്നതിന്, ബ്ലഡ് പ്രഷർ കുറയ്ക്കാന്നല്ല, ക്രമപ്പെടുത്തുക, നോർമലൈസ് ചെയ്യുക. മനസ്സിലായോ? ഇനി ഇതങ്ങോട്ട് കുറെ കുടിച്ചു കഴിഞ്ഞാൽ ഷുഗർ അങ്ങോട്ട് ഡൗൺ ആയിട്ട് പ്രശ്നമാകും ഡോക്ടറെ എന്ന് ഇപ്പോൾ കമന്റിൽ ചോദിക്കും ചിലരൊക്കെ. അതൊന്നുമല്ല, അത് നോർമലൈസ് ചെയ്യുക, ക്രമീകരിച്ച് നിർത്താനായിട്ട് സഹായിക്കുന്നു. അത്തരം ഗുണങ്ങളും ഇതിലുണ്ട്. അപ്പൊ മൂത്രലാണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷന് പറ്റുമെന്ന് പറഞ്ഞു. പിന്നെ ദഹനേന്ദ്രിയ വ്യൂഹത്തിന്, ദഹനശക്തി വർദ്ധിപ്പിക്കുന്ന, ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് നല്ല ആരോഗ്യത്തോടെ അതിന്റെ ഫംഗ്ഷൻ നടത്തുന്നതിന്, ആ മെറ്റബോളിസം കൃത്യമായിട്ട് നടത്തുന്നതിന് സഹായിക്കുന്നുണ്ട്. കിഡ്നിയുടെ ആരോഗ്യത്തിന് നല്ലതാണ്, ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് നല്ലതാണ്. മനസ്സിലായോ? പിന്നെ നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിന്നിന്, ഹെയർ ഗ്രോത്തിന്, ടീത്തിന്, അമ്മയുടെയും കുഞ്ഞിന്റെയും. മനസ്സിലായോ? ഈ സമയത്ത് കുറെ ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ടാവും. എന്താ വെച്ചാൽ ഈ 2 ഹൃദയം ചുമക്കുകയാണല്ലോ. അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് നമുക്ക് വേണ്ടത്ര പോഷകങ്ങൾ ലഭിക്കാതെ വരിക, അതുപോലെ ഫേസിലൊക്കെ നീര് വരിക, കാലിലൊക്കെ നീര് വരിക, ആംഗിൾ ഇടിമ, അതായത് ഈ അനീമിയയുടെ ലക്ഷണം. അപ്പൊ അതൊക്കെ ഈ പിത്തം ശമിപ്പിക്കുമ്പോൾ, പിത്തം വർദ്ധിക്കുമ്പോഴാണല്ലോ അനീമിയ ഉണ്ടാവുന്നു, രക്തദൂഷ്യം ഉണ്ടാവുന്നു, രക്തക്കുളർവ് ഉണ്ടാവുന്നു, വിളർച്ച ഉണ്ടാവുന്നു. അപ്പൊ അത് നിയന്ത്രിക്കുന്നതിന് സഹായിക്കും ഈ സ്നിഗ്ധ, ശീത, മധുര, രസ, ഗുണ വിഭാഗങ്ങളുള്ള സംഗതികൾ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ അനീമിയ ഇല്ലാതാകുന്നതിന്, വിളർച്ച ഇല്ലാതാകുന്നതിന്, ഫേസിലും പാദങ്ങളിലും ഒക്കെ ഉണ്ടാകുന്ന നീർക്കെട്ട് ഇല്ലാതാക്കുന്നതിന്, മൂത്രം കൃത്യമായിട്ട് ഒഴിഞ്ഞു പോകുന്നതിന്, കിഡ്നിയുടെ ആരോഗ്യത്തിന്, ഹൃദയത്തിന്റെ ആരോഗ്യത്തിന്, ഡൈജസ്റ്റീവ് ഹെൽത്തിന്, എന്തിനേറെ ശരീരത്തിന് വേണ്ട എല്ലാതരം മൂലകങ്ങളും വൈറ്റമിൻസും ന്യൂട്രിയൻസും അടങ്ങിയിട്ടുണ്ട്. ഇനി മറ്റൊരു സംഗതി,
pH വാല്യൂ, ശരീരത്തിന്റെ pH വാല്യൂ ക്രമപ്പെടുത്തി നിർത്തുന്നതിന് സഹായിക്കുന്നുണ്ട്. മനസ്സിലായോ? അസിഡിറ്റി കുറയുന്ന മുന്നേ പറഞ്ഞില്ലേ, അതിനും സാധിക്കുന്നുണ്ട്. പിന്നെ വെയിറ്റ് റിഡക്ഷന് സഹായിക്കും. അതായത് എന്തുകൊണ്ടാണ്? ഫൈബർ ധാരാളം അടങ്ങിയിട്ടുണ്ട്, കലോറി വാല്യൂ തീരെ കുറവാണ്, ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ഈ ഗർഭിണി അവസ്ഥയിൽ വെയിറ്റ് കണ്ടമാനം കൂടുന്ന ഒരു പതിവുണ്ട്. അപ്പോൾ അതിനെ നിയന്ത്രിച്ച് നിർത്താനും വെയിറ്റ് ലോസ്, ആ വെയിറ്റിനെ ക്രമപ്പെടുത്തുന്നതിന്, വെയിറ്റ് തീരെ, അപ്പോൾ ചിലർ ചോദിക്കും വെയിറ്റ് ഇല്ലാത്തവർ കഴിച്ചാൽ കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ശരീരത്തിനെ അതേ രീതിയിൽ ക്രമപ്പെടുത്തി നിർത്തുന്നതിന് സഹായിക്കുന്നു, അത്രേ ഉള്ളൂ. അതേപോലെ തന്നെയാണ് ബി പിയുടെ കാര്യം, പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ബി പി, ലോ ബി പി ഉള്ളവർക്കും കഴിക്കാന്നർത്ഥം. ബി പി വർദ്ധിക്കാതെ നിങ്ങളുടെ ശരീരത്തിന് വേണ്ടത്ര രീതിയിൽ ക്രമപ്പെടുത്തി നിർത്തുന്നതിന് സഹായിക്കുന്നു. അല്ലാതെ ഹൈ ബി പി ഉള്ളൊരു ദിവസേന 2-3 നേരം അങ്ങോട്ട് കുടിച്ചാൽ ബി പി അങ്ങോട്ട് ഇല്ലാണ്ടാവുക, അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം. ആ രക്തചംക്രമണ വ്യവസ്ഥയും ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങളെയും ശരിയാവണ്ണം നിയന്ത്രിക്കുമ്പോൾ ബ്ലഡ് ഫ്ലോ കറക്റ്റ് ആകുമ്പോൾ ബ്ലഡ് പ്രഷർ കുറഞ്ഞു വരുന്നു, നോർമലൈസ് ചെയ്യുന്നു. ഒപ്പം കിഡ്നിയുടെ ആരോഗ്യത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, മൂത്രത്തിലാണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ കുറയും, അസിഡിറ്റി, പുളിച്ചയായിട്ടുള്ള നെഞ്ചരിച്ചിൽ ഇല്ലാതാക്കുന്നു. പിന്നെ തലചുറ്റി വീഴുക, തല കറങ്ങുക, ക്ഷീണം, തളർച്ച, അതൊക്കെ ഇല്ലാതാവുന്നതിന് സഹായിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നോർമൽ പേഴ്സൺ, ഗർഭിണികളൊന്നും അല്ലെങ്കിൽ തന്നെ നല്ല വ്യായാമമൊക്കെ ചെയ്ത് നമ്മുടെ ശരീരം ക്ഷീണിച്ച് തളർന്നിരിക്കുമ്പോഴേ നിങ്ങളുടെ ശരീരത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സംഗതി ഏതാണെന്ന് അറിയോ? ഇളനീരാണ്. എന്താ വെച്ചാൽ ഇതിൽ ധാരാളം ധാതു ലവണങ്ങൾ അടങ്ങിയിട്ടുണ്ട്, അത് നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമാണ്. ഈ ഡീഹൈഡ്രേഷൻ, ആ നിർജ്ജലീകരണം തടയുന്നതിന് സഹായിക്കുന്നുണ്ട്. വേണ്ടത്ര ഈ തവള ചാടാത്ത വെള്ളം, ഏറ്റവും ശുദ്ധമായ വെള്ളം ഏതെങ്ങനെയൊക്കെ കടങ്കഥ സ്കൂളിൽ നിങ്ങൾ കേട്ടിട്ടില്ലേ? അതാണ് ഇളനീര്. ഇതൊരു അമൃതിന് തുല്യമായിട്ടുള്ള ഒരു സംഗതിയാണ്. ഇത് ഇനിയും വേറെ ഒരുപാട് ഗുണങ്ങളുണ്ട്. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, കിഡ്നിയുടെ കാര്യങ്ങൾ പറഞ്ഞു. ഇനി മൂത്രാശയക്കല്ല്, കിഡ്നി സ്റ്റോൺ കൂടെ വരുന്നവരുണ്ട്. അവർക്ക് നിത്യേന ഇളനീര് സേവിക്കണം നല്ലതാണ്. ഈ മൂത്രാശയക്കല്ലുള്ള പല രോഗികൾക്കും നമ്മൾ ചികിത്സിക്കുമ്പോൾ ഈ ഇളനീരിൽ ചേർത്താണ് ഔഷധങ്ങൾ സേവിക്കാനായിട്ട് പറയാം. അതും ഇതിന് നല്ലതാണ്. ഇനി മറ്റൊരു സംഗതി ഉണ്ട്, അസിഡിറ്റി ഇല്ലേ, അൾസറും അസിഡിറ്റി ഒക്കെ ഉള്ളവർ ഇതിന്റെ ചകിരി കരിച്ചെടുത്തിട്ടേ ആ ചാരം വെള്ളത്തിൽ കലക്കുക. അപ്പൊ അതിന് ഊറി വരും. ഒരു രാത്രി കലക്കി വെക്കണം. അങ്ങനെ ഒരു രാത്രി മുഴുവൻ കലക്കി വെക്കുമ്പോൾ പിറ്റേ ദിവസം രാവിലെ അതിന്റെ അടിയിൽ ഊറി വരും, ഒരു ഊറല്. അപ്പൊ ആ വെള്ളം തെളിച്ച് ഊറ്റി കളഞ്ഞിട്ട് ആ ഊറല് മാത്രം എടുത്ത് നിഴലിൽ വെച്ച് ഉണക്കിയെടുക്കുക. അതൊരു 2 നുള്ള് സ്വല്പം തേനും ചേർത്ത് ചാലിച്ചിട്ട് രാവിലെയും രാത്രിയും ഭക്ഷണത്തിന് മുമ്പ് പതിവായിട്ട് സേവിക്കാന്നുണ്ടെങ്കിൽ ഈ അസിഡിറ്റി കൊണ്ടുള്ള ബുദ്ധിമുട്ട് നിയന്ത്രിച്ച് നിർത്തുന്നതിന് സാധിക്കും. ഇതുകൊണ്ട് മാത്രമാവില്ല കേട്ടോ, നിങ്ങളുടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അതിന് വേണ്ടതായ ഔഷധങ്ങൾ, ചികിത്സകൾ, ടെസ്റ്റുകൾ എല്ലാം കൃത്യമായിട്ട് ചെയ്യണം. അതിന്റെ കൂടെ ഡോക്ടർ നിർദ്ദേശിക്കുകയാണെങ്കിൽ ഇതും കൂടെ പ്രയോഗിച്ചാൽ നിങ്ങളുടെ അസിഡിറ്റിയും അൾസറൊക്കെ നിയന്ത്രിച്ച് നിർത്തുന്നതിന് സാധിക്കും. അങ്ങനെ ആ ചകിരിക്ക് പോലും ഗുണമുള്ള സംഗതിയാണ് ഇത്. പിന്നെ നമുക്ക് തെങ്ങിന്റെ എന്താ കളയാനുള്ള തടി, വേരുകൊണ്ട് ഗുണമുണ്ട്. വേരുകൊണ്ട് കഷായം വെച്ച് കഴിച്ചാലേ ഈ അസിഡിറ്റി, മഹോദരം, അതായത് ഈ ഫാറ്റി ലിവർ സിറോസിസ്, ലിവർ ക്യാൻസർ പോലുള്ള കണ്ടീഷനിൽ വയറ് വല്ലാതെ വീർത്ത് വരും, ഫ്ലൂയിഡ് അക്യുമുലേഷൻ, മഹോദരം എന്ന് പറയും, അസൈറ്റീസ്. ഈ അവസ്ഥയിൽ തെങ്ങിന്റെ വേര് മാത്രമായിട്ട് കഷായം വെച്ച് കുടിച്ചാൽ ഈ അസൈറ്റീസ്, മഹോദരം കുറയുന്നതിന് സഹായിക്കും. മനസ്സിലായോ? അപ്പോൾ ഒട്ടനവധി ഗുണങ്ങളുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഗർഭിണികൾ ഇത് കഴിച്ചിരിക്കണം. അതിന് ഗർഭിണികൾ കഴിക്കേണ്ടതിൻ്റെ 10 ആവശ്യകതകളാണ് ചുരുക്കി ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ്. ഇത്തരം പോഷകങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. അമ്മയുടെയും കുഞ്ഞിൻ്റെയും വളർച്ചയ്ക്ക്, ബുദ്ധിവികാസത്തിന് എല്ലാം നല്ലതാണ്. ഈ സമയത്തുണ്ടാകുന്ന ഇൻഫെക്ഷനുകൾ കുറയാനും നല്ലതാണ്. ആ ക്ഷീണവും തളർച്ചയും ഇല്ലാതാവുന്നതിനും സഹായകമായ മൂലകങ്ങൾ, വൈറ്റമിൻസ്, പ്രോട്ടീൻസ്, മിനറൽസ് എല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിനേക്കാൾ ഉപരി ഈ കിഡ്നി, നമ്മുടെ ആ ഗർഭാശയ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടായാലേ അത് യുട്രസിലേക്കൊക്കെ ബാധിക്കാനായിട്ട് സാധ്യതയുണ്ട് സ്ത്രീകളുടെ കാര്യത്തിൽ, അറിയാലോ. അപ്പോൾ അതിനെ തടഞ്ഞു നിർത്തേണ്ടത് വളരെ ആവശ്യമാണ്. ഇനിയിപ്പോൾ അങ്ങനെ പ്രോബ്ലംസ് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടി? ഒരു ആന്റിബയോട്ടിക്, മറ്റു സ്ട്രോങ് മെഡിക്കേഷൻസ് കഴിക്കാൻ നിർബന്ധിതരാകും. അപ്പോൾ അതുകൊണ്ട് ഇത്തരം പ്രശ്നമുള്ളവരാണെങ്കിൽ ഈ ഇളനീര് നിത്യേന ഓരോന്ന് കഴിക്കുന്നതാണ് ശീലമാക്കുക. അതിപ്പോൾ നമ്മൾ ഈ ഇളനീര് കൂടുതൽ ഉണ്ടാവാനായിട്ടുള്ള ഗുളികകളൊക്കെ കുത്തിവെച്ചും അതിന് ഇൻഡ്യൂസ് ചെയ്തിട്ട് ധാരാളം ഇളനീര് ഉണ്ടാക്കുന്നതിനേക്കാൾ, അത്തരം ഇളനീരുകൾ വാങ്ങി ഉപയോഗിക്കുന്നതിനേക്കാളും നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ജൈവ രീതിയിൽ കൃഷി ചെയ്തിട്ടുള്ള നല്ല ഇളനീര് കഴിക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതം. നമുക്ക് അത്തരം കാര്യങ്ങൾ കൂടെ കഴിയുമെങ്കിൽ ശ്രദ്ധിക്കാമല്ലോ. ഓക്കെ, അതിനുവേണ്ടി ഓർമ്മിച്ചെന്ന് മാത്രം. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഇത്തരം ആശയങ്ങൾ ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ അങ്ങ് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാന്ന് പറയുമ്പോൾ താഴെയുള്ള റെഡ് ബട്ടണിൽ പ്രസ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണം, അതിൻ്റെ അടുത്ത് വരുന്ന ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്താൽ ഡെയിലി 3 മണിക്ക് നമ്മൾ ഈ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കൽ കൂടെ ഓർമ്മിക്കുന്നു. തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ സേവ്യർ. നാളെ 3 മണിക്ക് വീണ്ടും കാണാം. ആദ്യം ആയുർവേദം.